വിഴിഞ്ഞം തുറമുഖ സാധ്യത പ്രയോജനപ്പെടുത്താനുള്ള പദ്ധതികളും 100 അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളും അടക്കം കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വികസന മുന്നേറ്റത്തിനാണ് ബജറ്റ് വഴിതെളിക്കുന്നത്. സിംഗപ്പൂർ, റോട്ടർഡാം, ദുബായ് തുറമുഖ മാതൃകയെ വിഴിഞ്ഞത്തെ കയറ്റുമതി ഇറക്കുമതി തുറമുഖമാക്കുകയാണ് ലക്ഷ്യം. ഇതിനായി വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വികസന ത്രികോണ പദ്ധതി പ്രഖ്യാപിച്ചു. ദേശീയപാത 66, പുതിയ ഗ്രീൻഫീൽഡ് റോഡ്, കൊല്ലം കൊട്ടാരക്കര ചെങ്കോട്ട റോഡ്, MC റോഡ്, മലയോര തീരദേശ ഹൈവകൾ, തിരുവനന്തപുരം കൊല്ലം റെയിൽപാത, കൊല്ലം ചെങ്കോട്ട എന്നീ വികസന ഗതാഗത ഇടനാഴികൾ ശക്തിപ്പെടുത്തും. ഈ മേഖലയിൽ ഉടനീളം പാർക്ക്, ഉൽപ്പന്ന നിർമ്മാണ കേന്ദ്രം, സംഭരണ സൌകര്യം, സംസ്കരണ അസംബ്ലിംഗ് യൂണിറ്റ്, കയറ്റിയിറക്ക് കേന്ദ്രം എന്നിവ സ്ഥാപിക്കും. ഇതിന് ഭൂമി വാങ്ങുന്നതിനായി കിഫ്ബി വഴി 1000 കോടി ചിലവഴിക്കും. വ്യവസായം സ്ഥാപിക്കുന്നതിനും ഭൂമി വാങ്ങാനും വിൽക്കാനും ക്ലിക്ക് എന്ന പേരിൽ പുതിയ പോർട്ടൽ ആരംഭിക്കും. കോവളം, നീലേശ്വരം, വെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ സ്വാധീന മേഖലകളിൽ വികസനം ഉറപ്പാക്കും. കാർഷിക വിനോദസഞ്ചാര കേന്ദ്രം, മത്സ്യ പാർക്ക്, ബോട്ട് നിർമ്മാണ റിപ്പയർ യൂണിറ്റ്, വിനോദസഞ്ചാര ഉൽപ്പന്ന നിർമ്മാണം എന്നിങ്ങനെയുള്ള വികസന മേഖലകളാണ് സ്ഥാപിക്കുക. മണ്ണണ്ടപാറ, കല്ലായി റീച്ച് പ്രദേശത്ത് 17.56 ഹെക്ടർ സ്ഥലം ഇതിനായി ഏറ്റെടുക്കും. തീരദേശ പാതയുടെ ഓരോ 25 കിലോമീറ്റർ ദൂരവും ഭൂമി ഏറ്റെടുത്ത് സ്വകാര്യ നിക്ഷേപത്തോടെ പുതിയ പദ്ധതി ആരംഭിക്കും. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന്റെ ഇരുവശത്തുമുള്ള 2.5 കിലോമീറ്റർ മേഖലയിൽ സ്വാശ്രയ ടൗൺഷിപ്പ് രൂപീകരിക്കും. കൊല്ലത്തും കൊട്ടാരക്കരയിലും പുതിയ IT പാർക്കുകൾ സ്ഥാപിക്കും. കൊല്ലത്ത് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലും കൊട്ടാരക്കരയിൽ കല്ലട ജലസേചന പദ്ധതിയിലെ ഭൂമിയിലുമാണ് പുതിയ IT പാർക്കുകൾ. വിവിധ വകുപ്പുകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഭൂമി ഉപയോഗപ്പെടുത്തിയാകും 2 വർഷത്തിനകം 100 പുതിയ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നടപ്പാക്കുക. ഇനി മറ്റു പ്രഖ്യാപനങ്ങൾ ഇതൊക്കെയാണ്. കോവളം ബേക്കൽ ഉൾനാടൻ ജലഗതാഗത ഇടനാഴി ഉണ്ടാക്കും. 2026 പൂർത്തിയാക്കും. ഉൾനാടൻ ജലഗതാഗത വികസനത്തിന് കിഫ്ബി 500 കോടി നൽകും. സ്വകാര്യ നിക്ഷേപത്തോടെ തീരദേശ പാത പൂർത്തിയാക്കും. കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുകയാണ്. ഭവനരഹിതരും ഭൂരഹിതരുമല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റുകയെന്ന ലക്ഷ്യം വൈകാതെ സാക്ഷാത്കരിക്കും. കപ്പൽ നിർമ്മാണത്തിനും സമുദ്ര ഗതാഗതത്തിനും കേന്ദ്ര സർക്കാരുമായി കൂടുതൽ ചർച്ചകൾ നടത്തും. തെക്കൻ കേരളത്തിൽ കപ്പൽ നിർമ്മാണശാല ആരംഭിക്കാൻ കേന്ദ്രം നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. തീരദേശ വികസനത്തിന് 75 കോടി. ഇതുകൂടാതെ കോഴിക്കോട് നഗരത്തിന്റെ വികസനം ലക്ഷ്യമാക്കി മെട്രോപൊളിറ്റൻ പ്ലാൻ നടപ്പാക്കുമെന്ന പ്രഖ്യാപനവും വനംവകുപ്പിന് കീഴിൽ ബയോളജിക്കൽ പാർക്ക് സ്ഥാപിക്കാൻ 5 കോടി വകയിരുത്തിയതും ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും ബജറ്റ് പ്രഖ്യാപനത്തിൽ പറയുന്നു. തുറമുഖ വികസനം, തുരങ്കപാത എന്നിവയ്ക്കും തുകയുണ്ട്. ടൂറിസ്റ്റുകൾ എത്തുന്ന വിവിധ തീർത്ഥാടന ടൂറിസം കേന്ദ്രങ്ങളിലെ സൌകര്യ വികസനത്തിന് ടൂറിസം വകുപ്പിന് 20 കോടി അധികം അനുവദിച്ചത് ജില്ലയ്ക്ക് ഗുണകരമാകും. ജില്ലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായ തളി, കുറ്റിച്ചിറ, വടകര, പയങ്കുറ്റി മല, ലോകനാർക്കാവ്, കൊല്ലം, പിഷാരിക്കാവ് എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കാനാകും. അതേസമയം ജില്ല വർഷങ്ങളായി ആവശ്യപ്പെടുന്ന എയിംസ് ദീർഘദൂര ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മൊബിലിറ്റി ഹബ്ബ്, മാവൂർ ഗ്വാളയാർ റയോൺസ് ഭൂമിയിൽ പദ്ധതി, കോം ട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി ഏറ്റെടുക്കൽ എന്നിവയൊന്നും പരാമർശിക്കപ്പെട്ടിട്ടില്ല. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരത്തിന് ബജറ്റിൽ പദ്ധതികളൊന്നുമില്ലാത്തത് നിരാശയുണ്ടാക്കുന്നതാണ്. കാർഷിക മേഖലയ്ക്കും പ്രത്യേക പരിഗണനയില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.